ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മുടെ സ്നേഹിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 21-ാമത്തെ ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ പി വി വിശ്വനാഥ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം സഹനാവവതു സഹനൗ പുനഃതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രൗവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാ ജുഹാവാം പുത്രേതി തന്മയതയാ തരഭോഗ്നീ ദുഃഖം സർവഭൂതഹൃദയം മുനിമഹസ്മി. മാതൃമീതയ എല്ലാ ഭക്താക്കൾക്കും വിനീതമായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 21. 20-ാം അധ്യായം വരെ കഴിഞ്ഞ ക്ലാസ്സിൽ തീർന്നതാണ്. ഇന്ന് ചതുർത്ഥസ്കന്ധം അധ്യായം 21 ആരംഭിക്കും. മൈത്രേയ ഉവാചാം മൗക്തികൈ കുസുമഫൃക്തൂലൈ സ്വർണതോരണൈ മഹാസുരഭിർധൂപേ മണ്ഡിതം തത്ര വൈ ചന്ദനാഗരു തോയാർദ്ര രഥ്യാചത്വരമാർഗവൻ പുഷ്പാക്ഷതഫലൈസ്തോക്മൈർ രാജൈരക്ഷിഭിരക്ഷിതം സവൃന്ദൈ കദളീസ്തംഭൈ പൂഗപോതൈ പരിഷ്കൃതം തരുപല്ലവമാലാഭിഃ സർവതഃ സമലംകൃതം. മുമ്പത്തെ അധ്യായത്തിലെ ഭഗവാൻ മറഞ്ഞ സന്ദർഭം വിവരിച്ചുകൊണ്ടാണ് ഉപസംഹരിച്ചത്. അതിനുശേഷം പൃഥു മഹാരാജാവ് സ്വന്തം രാജ്യത്തിലേക്കും യാത്രയായി. ഭഗവാൻ പറഞ്ഞ ദിക്കിലേക്ക് നോക്കി നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം രാജ്യത്തിലേക്ക് യാത്രയായി. അങ്ങനെ രാജാവ് രാജ്യത്തിലേക്ക് ചെന്നപ്പോൾ പ്രജകൾ രാജാവിനെ സ്വീകരിച്ചു. ഭക്തിപൂർവം രാജാവിനെ സ്വീകരിച്ചത് എങ്ങനെയാണ്? മഹാവിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന പൃഥ്വിനെ സാക്ഷാൽ ഭഗവാനെ പോലെ തന്നെ കരുതി ആ വാത്സല്യഭാജനങ്ങളായ പ്രജകൾ ആ പൃഥ്വിനെ എതിരേറ്റ് സ്വീകരിച്ചു എന്ന് വർണ്ണിക്കുകയാണ്. പട്ടണത്തിൽ ധാരാളമായി അവിടെയൊക്കെ ആയിട്ട് മൗക്തികൈഹി മുത്തുകളെ കൊണ്ടും കുസുമഫർഭി പൂമാലകളെ കൊണ്ടും മുത്തുമാലകൾ പൂമാലകൾ സ്വർണതോരണൈ സ്വർണനിർമ്മിതമായ തോരണം കൊണ്ട്. തോരണം എന്ന് പറയുന്നത് നമ്മളിപ്പോ മലയാളത്തിൽ പറയുന്ന തോരണം തന്നെയാണ്. കയറിൽ എന്താണ് എന്തെങ്കിലും കളറുള്ള കെട്ടി അലങ്കരിക്കുന്ന പോലെ തന്നെ ഇവിടെ കയറിൽ സ്വർണത്തോരണങ്ങൾ തന്നെയാണ് കെട്ടി അലങ്കരിച്ചത്. മഹാസുരഭിഭർ നല്ല സുഗന്ധമുള്ള ധൂപൈഹിമണ്ഡിതം ധൂപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുമാണ്. തത്ര തത്ര വൈ അവിടെ ആവട്ടെ. പട്ടണങ്ങളിൽ ഓരോ ദിക്കിലും മുത്തുമാലകൾ കൊണ്ടും പൂമാലകൾ കൊണ്ടും പട്ടുവസ്ത്രം കൊണ്ടും സ്വർണത്തോരണങ്ങളെ കൊണ്ടും സുഗന്ധപൂരിതമായ ധൂപങ്ങളെ കൊണ്ടും ആ പട്ടണം മുഴുവൻ അവിടെയായി അലങ്കരിച്ചിരുന്നു. ചന്ദനാഗരുതോയാർദ്രരഥ്യാചത്തുരമാർഗവൻ ചന്ദനം കൊണ്ടും അഗരുവിന്റെയും വെള്ളം കൊണ്ട് ആർദ്രമായ രഥ്യാചത്വരമാർഗവത് രഥ്യ വഴി, ചത്വരം നാൽക്കവലകൾ, 4 വഴികൾ വന്നിരുന്ന സ്ഥലം. ആ മാർഗങ്ങളൊക്കെയും ചന്ദനവും അഗരവും ഇട്ട വെള്ളം കൊണ്ട് തളിച്ചു വെടിപ്പാക്കി. പൊടിപടലങ്ങൾ പൊങ്ങി വരാതിരിക്കാനാണ് വെള്ളം തളിക്കുന്നത്. ആ പൊടിക്ക് ആർദ്രതയുണ്ടെങ്കിൽ, നനവുണ്ടെങ്കിൽ അത് പൊങ്ങി വരില്ല, താഴെ തന്നെ കിടക്കും. അങ്ങനെ അതിനുപയോഗിച്ച വെള്ളം വെറും വെള്ളമല്ല, ചന്ദനജലം
അഗരുവിന്റെ ജലം, ഇത് രണ്ടും സുഗന്ധപൂരിതങ്ങളാണ്. ചന്ദനാഗരുതോയാർദ്രധ്യാചതുരമാഗവൻ പുഷ്പാക്ഷതഫലൈഃ സ്തോക്മൈഃ രാജൈഃ അർച്ചിഭിരർച്ചിതം. പുഷ്പങ്ങള്, അക്ഷതങ്ങൾ, ഫലങ്ങൾ, പഴങ്ങൾ, തോക്മൈഹി പൂക്കളുടെ മുട്ടുകൾ അല്ലെങ്കിൽ ചെടികളിലെ അഗ്രഭാഗങ്ങൾ, ലാജൈഹി മലരുകൊണ്ട്, അർച്ചിഭിഹി അർച്ചിതം വിളക്കുകളെ കൊണ്ടും, അർച്ചിഫന്ത വിളക്ക് ദീപങ്ങളെ കൊണ്ടും, അർച്ചിതം പൂജിക്കപ്പെട്ടവരാണ് ഈ രാജാവ്. രാജാവ് വരുന്ന വഴിയിലൊക്കെ ചന്ദനവും അഗരവും ഇട്ട വെള്ളം തളിച്ച് പൊടികളടക്കി, എന്നിട്ട് പൂക്കള്, അക്ഷതം, പഴങ്ങൾ, ചില പൂവിന്റെ മുട്ടുകൾ, മലര്, ദീപം, ഇതെല്ലാം ഒരു താലത്തിൽ ഇതെല്ലാം എടുത്ത് ഒരു കയ്യിൽ താലവും ഒരു കയ്യിൽ ദീപവുമായിട്ട് അവർ പൃഥ്വിചക്രവർത്തിയെ ഈശ്വരനെ പോലെ പൂജിച്ചു. ഫവൃന്ദേ കദളി സ്തംഭേ, കദളി സ്തംഭം, കദളി വാഴ, വാഴയുടെ പിണ്ടിക്കാണ് സ്തംഭം എന്ന് പറയുന്നത്. അപ്പൊ കദളി സ്തംഭങ്ങൾ, ഫവൃന്ദേ കുലകളോടുകൂടിയതാണ്, വൃന്ദം കുല, ഫവൃന്ദേ കുലകളോടുകൂടിയ കദളിവാഴകൾ കൊണ്ട് അലങ്കരിച്ചു. എത്രയോ 1000 വർഷം മുമ്പ് അലങ്കാര കാര്യം പറഞ്ഞതിൽ വ്യത്യാസമൊന്നുമില്ല. സ്വർണവും മൊത്തവും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പൂമാലകൾ കെട്ടി അലങ്കരിക്കും. അതേപോലെ വാഴക്കുലകൾ നാട്ടി അലങ്കരിക്കും. പൂകപോതൈ പരിഷ്കൃതം, കൗങ്ങിൻ ചെടികളെ കൊണ്ട്, പൂകം കൗങ്ങ്, പോതം കുട്ടി, കൗങ്ങുകൾ എന്ന് വെച്ചാൽ വലുതാകാത്ത ചെറിയ കൗങ്ങുകൾ. ഇന്ന് വീടിന്റെ മുറ്റത്തൊക്കെ അലങ്കരണമായിട്ട് വയ്ക്കുന്ന സാധനം തന്നെ. അതുകൊണ്ട് പരിഷ്കൃതം, നന്നാക്കി എടുത്ത് പരിഷ്കരിച്ചതും. തരുപല്ലവമാലാഭീം, വൃക്ഷങ്ങളുടെ തളിരകൾ കൊണ്ട് മാല പോലെ ഉണ്ടാക്കിയിട്ടും. സർവതഫമലങ്കൃതം, എല്ലായിടത്തും അലങ്കരിച്ചിട്ടുണ്ട്. മാവിന്റെയും ആലിന്റെയും അങ്ങനെയുള്ള വിശിഷ്ട ഉത്തമ വൃക്ഷങ്ങളുടെ അഗ്രഭാഗം കൊണ്ട് എല്ലായിടത്തും വീടിന്റെ ചുറ്റും വാതിക്കലുമൊക്കെ കെട്ടി അലങ്കരിച്ചു വരുന്നു. അങ്ങനെ ആ നഗരം മുഴുവൻ രാജാവിന് ക്രിക്കറ്റിന് വേണ്ടി നന്നായി അലങ്കരിച്ചു എന്ന് വർണ്ണിച്ചതാണ്. മൗക്തികൈ കുസുമഫർഗോരൈ സ്വർണതോരണൈ മഹാഫുരഭിർധൂപേർ പണ്ഡിതം തത്ര വൈ ചന്ദനാഗരുതോയാർദ്രാം വിദ്യാചത്വരമാർഗവൻ പുഷ്പക്ഷതഫലൈസ്തോക്മൈ രാജൈ അർച്ചിഭിദർശിതം. ഫവൃന്ദൈ കദളി സ്തംഭേ പൂകപോതൈ പരിഷ്കൃതം തരുപല്ലവമാലാഭിഃ സർവതഫമലങ്കൃതം. മൗക്തികൈഃ കുസുമഫർഭിഃ ദുകൂലൈഃ സ്വർണതോരണൈഃ മഹാസുരഭിഃ ധൂപൈഃ തത്ര മണ്ഡിതം ചന്ദനാഗരുതോയാർദ്ര വിദ്യാചത്വരമാർഗവത് പുഷ്പക്ഷതഫലൈഃ തോക്മൈഃ ലാജൈഃ അർച്ചിഭിഃ അർച്ചിതം. ഫവൃന്ദൈ കദളി സ്തംഭൈഃ പൂകപോതൈ പരിഷ്കൃതം തരുപല്ലവമാലാഭി സർവതഃ ഫാലങ്കൃതം. ഇത്രയുമാണ് ഇവിടുത്തെ വിശേഷണം. മൗക്തികൈ കുസുമഫർഗോലൈ സ്വർണതോരണൈ മഹാസുരഭിർധൂപേ മണ്ഡിതം തത്ര വൈ ചന്ദനാഗരുതോയാർദ്ര വിദ്യാചത്വരമാർഗവത് പുഷ്പാക്ഷതഫലൈസ്തോക്മൈർ രാജേർ അർച്ചിഭിരർച്ചിതം. ഫവൃന്ദൈ കദളി സ്തംഭൈ പൂകപോതൈ പരിഷ്കൃതം തരുപല്ലവമാലാഭിഃ സർവതഫമലങ്കൃതം. മൗക്തികൈ കുസുമഫർഗോലൈ സ്വർണതോരണൈ മഹാസുരഭിർധൂപേർ മണ്ഡിതം തത്ര വൈ ചന്ദനാഗരുതോയാർദ്രാം വിദ്യാചത്വരമാർഗവത്
പുഷ്പാക്ഷത ഫലൈസ്തോമേ രാജൈരർച്ചിഭിദർശിതം ഫവൃന്ദൈകദലൈസ്തംഭൈ പൂഗപോതൈ പരിഷ്കൃതം തരുവല്ലവമാലാഭി ഫർവതഫമലങ്കൃതം പ്രജാസ്തം ദീപബലിഭി സംഭൃതാശേഷമംഗളൈഃ അഭീയുർമൃഷ്ടകന്യാശ്ച ശകുന്തലമണ്ഡിതാഃ പ്രജാസ്തം ദീപബലിഭി സംഭൃതാശേഷമംഗളൈഃ പ്രജകൾ തം അവനെ ദീപബലിഭി ദീപപൂജകളെ കൊണ്ട് സംഭൃതാശീഷമംഗളൈ എല്ലാ മംഗളവസ്തുക്കൾ സമ്പാദിച്ചുകൊണ്ട് അഭീയുഹു സ്വീകരിച്ചു മൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാഹ ശോഭയുള്ള മൃഷ്ടങ്ങളായ കുണ്ടലങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട സുന്ദരികളായ കന്യകകളും അഭീയുഹു അവനെ എതിരേറ്റു. മുമ്പ് പറഞ്ഞത് കൂടാതെ ദീപങ്ങളുണ്ട്, മംഗല്യ വസ്തുക്കൾ കയ്യിൽ കരുതിയിട്ടുണ്ട്, കുങ്കുമം, അക്ഷതം, പഴം എന്നൊക്കെ പറയുന്നതൊക്കെ നീരാജനം, ഇങ്ങനെ ഒത്തിരി പൂജാസാധനങ്ങൾ കൊണ്ട് പ്രജകളും സുന്ദരികളായി അണിഞ്ഞൊരുങ്ങിയ സ്ത്രീകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരുന്നു ആ രാജ്യത്തിലെ ചത്തുരവീഥികളും വഴികളും എല്ലാം. പ്രജാസ്തം ദീപബലിഭിഃ സംപ്രദാശേഷമംഗളേ അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാഹം. ദീപാവലിഭിഃ സംപ്രദാശേഷമംഗളൈഃ പ്രജാഃ മൃഷ്ടകുണ്ടലമണ്ഡിതാഃ മൃഷ്ടകന്യാഹം തം അഭീയുഃ. പ്രജാസ്തം ദീപബലിഭിഃ സംപ്രദാശേഷമംഗളേ അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാം. പ്രജാസ്തം ദീപബലിഭിഃ സംപ്രദാശേഷമംഗളേ അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാ. ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ തത്തുജാം വിവേശഭവനം വീരസ്തൂയമാനോ ഗതഃ മയാ. ശംഖദുന്ദുഭിഘോഷേണ, ശംഖിന്റെയും ദുന്ദുഭികൾ പെരുമ്പറ പോലെയുള്ള ഒരു വാദ്യമാണ്. അതിന്റെ ഘോഷം കൊണ്ടും ബ്രഹ്മഘോഷേണ വേദമന്ത്രങ്ങൾ കൊണ്ടും, ബ്രഹ്മഘോഷം വേദമന്ത്രങ്ങളെ കൊണ്ടും, ച ഋത്വിജാം ഋത്വിക്കുകളുടെ വേദമന്ത്രങ്ങളെ കൊണ്ടും, ഋത്വിജാം ബ്രഹ്മഘോഷേണ ച ഋത്തുക്കുകളുടെ ബ്രഹ്മഘോഷം കൊണ്ടും ഭവനം വിവേശ വീട്ടിലേക്ക് പ്രവേശിച്ചു. വീരനായ ആ ചക്രവർത്തി സ്തൂയമാനോ ഗതസ്മയാം സ്തുതിക്കപ്പെട്ടുകൊണ്ട്, ആണെങ്കിൽ പോലും പ്രജകളൊക്കെ പാടിപ്പുകഴ്ത്തി സ്തുതിക്കുകയാണ്. സ്തുതിയിൽ ഒത്തിരി എന്താണ് സദ്ഗുണങ്ങൾ, മാഹാത്മ്യങ്ങൾ, ഇതൊക്കെ ചൊല്ലി മാത്രമേ സ്തുതിക്കുള്ളൂ. ഇതൊക്കെ കേട്ടിട്ടും ഗതസ്മയ അഹങ്കാരമില്ലാത്തവനായി, സ്മയം അഹങ്കാരം, ഗതസ്മയ അഹങ്കാരമില്ലാത്തവനായി തീർന്നു അദ്ദേഹം. ലേശം പോലും അഹങ്കാരം ബാധിക്കാതെ വീരനായ ആ പൃഥു ചക്രവർത്തി ശംഖനാദം കേട്ടുകൊണ്ട്, ദുന്ദുഭിയുടെ ശബ്ദം കേട്ടുകൊണ്ട്, വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ട്, അതേപോലെ രാജാവിന്റെ മഹിമയെ ജയ ജയ എന്ന വൈതാളികന്മാർ പാടി പുകഴ്ത്തുന്ന കേട്ടുകൊണ്ട് അഹങ്കാരമില്ലാത്തവനായിട്ട് പ്രവേശിച്ചു. ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ തത്വിജാം വിവേശഭവനം വീരസ്തൂയമാനോ ഗതസ്മയാം. ഋത്വിജാം ബ്രഹ്മഘോഷേണ ശംഖദുന്ദുഭിഘോഷേണ ച സ്മയമാനഃ സ്തൂയമാനഃ ഗതസ്മയഃ വീരഃ ഭവനം വിവേശ. ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ തത്വിജാം വിവേശഭവനം വീരസ്തൂയമാനോ ഗതസ്മയാം. ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ തത്വിജാം വിവേശഭവനം വീരസ്തൂയമാനോ ഗതസ്മയാം. ഊർജിത പൂജയാമാസ തത്ര മഹായശാം
പൗരൻ ജാനപദാംസ്താം സ്ഥാൻ പ്രീത പ്രിയവരപ്രദാം പൂജിത, പൂജിക്കപ്പെട്ടു, പൂജയാമാസ, പൂജിച്ചു, പൂജിതനായ ആ രാജാവിനെ പ്രജകൾ പൂജിച്ചു. പൂജിത തം പൂജയാമാസ, പൂജിക്കപ്പെടേണ്ടവനായ അവനെ പൂജിച്ചു. തത്ര തത്ര മഹായശാഹ, അവിടവിടെ ഓരോ വീടിന്റെ മുമ്പിലും ചെല്ലുമ്പോൾ, ഓരോ കവലകളിൽ ചെല്ലുമ്പോൾ പ്രജകൾ നീരാജനമൊഴിഞ്ഞ് കുങ്കുമം തൊടിയിച്ച് മാലയണിയിച്ച് പഴങ്ങൾ കാഴ്ചദ്രവ്യങ്ങളായിട്ട് വെച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോയി. പൂജിത പൂജയാമാസാതത്ര മഹായശാം പൗരാൻ ജാനപദാംസ്താം സ്ഥാൻ. പൗരാൻ, പൗരന്മാരെ, ജാനപദാൻ, ജനപദത്തിലുള്ളവർ, ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് പട്ടണം. ജാനപദാൻ, താൻ താൻ കുറിച്ചുമ്പോ സ്ഥാം സ്ഥാൻ എന്ന് വരുന്നതാണ്. ജാനപദാൻ താൻ താൻ, ജാനപദാം സ്ഥാം സ്ഥാൻ എന്നൊന്നിച്ച് ചൊല്ലുമ്പോൾ ഒന്നിച്ചു വായിച്ചു വേണം. അവിടെയുള്ള ജനപദങ്ങളിലുള്ള പൗരന്മാർ, പട്ടണങ്ങളിലുള്ള പൗരന്മാർ പ്രീത, സന്തുഷ്ടനായി ഇരിക്കുന്ന അവനെ പ്രിയവരപ്രദ, ഇഷ്ടപ്പെട്ട വരം തരാൻ കെൽപ്പുള്ളവനായ ആ ഭഗവാനെ പൗരന്മാർ പൂജയാമാസ, പൂജിച്ചു. പൂജിത പൂജയാമാസ തത്ര മഹായശാം പൗരാൻ ജാനപദാംസ്താം സ്താൻ പ്രീത പ്രിയവരപ്രദാം. തത്ര തത്ര പൂജിത മഹായശാഹ പ്രീത പ്രിയവരപ്രദ പൗരാൻ താൻ താൻ ജാനപദാൻ പൂജയാമാസ. പൂജിത പൂജയാമാസ തത്ര തത്ര മഹായശാം പൗരാൻ ജാനപദാംസ്താം സ്ഥാൻ പ്രീത പ്രിയവരപ്രദാം. പൂജിത പൂജയാമാസ തത്ര തത്ര മഹായശാം പൗരാൻ ജാനപദാംസ്താം സ്ഥാൻ പ്രീത പ്രിയവരപ്രദാം. ആദിന്യനവദ്യചഷ്ടിതാം കർമാണി ഭൂയാംസി മഹാൻ മഹത്തമ കുർവൻ ശരാവനിമണ്ഡലം യശ സ്ഫീതം നിധായ അതിരുഹേ പരം പദം. ഫ ഏവ, അവൻ തന്നെ, ഏവം ആദീനി അനവദ്യചിഷ്ടിത, ഏവമാദീനി ഇപ്രകാരമുള്ള അനവദ്യചേഷ്ടിത, ദോഷമില്ലാത്ത, അനവദ്യം ദോഷങ്ങളില്ലാത്ത പുണ്യമുള്ള പുത്തനായ നവീനമായ, അനവദ്യ ചേഷ്ടിത, ചേഷ്ടിതകളെ കൊണ്ട് അനവദ്യങ്ങളായ വ്യാപാരത്തോട് കർമ്മത്തോട് കൂടിയവനായിട്ട്, ഫേവം ആദീനി അനവദ്യചിഷ്ടിത കർമാണി, കർമ്മങ്ങളെ, ഭൂയാംശി ധാരാളം, മഹാൻ മഹത്തമ, മഹത്തമന്മാരിൽ വെച്ചു മഹാനായ, മഹത്തുക്കളിൽ വെച്ച് ഏറ്റവുമധികം മഹത്തായ, പൂജ്യനായ, ദോഷങ്ങളൊന്നും വ്യാപരിക്കാത്തവനായ അവൻ ഇങ്ങനെയുള്ള ധാരാളം കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് കുർവൻ ശശാഫ അവനിമണ്ഡലം വിശ, കുർവൻ ചെയ്തുകൊണ്ട് മഹത്തമങ്ങളായ കർമാണി, കുർവൻ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ശശാഫ രക്ഷിച്ചു, ശാഫിച്ചു എന്നത് രക്ഷിച്ചു എന്നർത്ഥം. രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ശാസനകളൊക്കെ. കുർവൻ ശശാഫ അവനിമണ്ഡലം യശ, ഭൂമണ്ഡലം വരെ വ്യാപരിക്കുന്ന തന്റെ യശസ്സിനെ ചെയ്തുകൊണ്ട് സ്ഫീതം നിറഞ്ഞ പൂർണമായ, നിധായ വെച്ചിട്ട്, ആരുരുഹേ പരം പദം, ആരുരുഹെ ആരോഹണം ചെയ്തു, പരമമായ പദത്തിലേക്ക് കയറിപ്പോയി, വൈകുണ്ഠ ലോകത്തിലേക്ക് ആരോഹണം ചെയ്തു.
ആ രാജധാനിയും അവിടുത്തെ പ്രജകൾ എതിരേറ്റുമൊക്കെ വർണ്ണിച്ചു കൊണ്ടെന്ന് പെട്ടെന്ന് അത് പൂർണ്ണമാക്കിയതായിട്ട് നമുക്ക് തോന്നില്ല. എന്തോ കുറച്ചുകൂടെ ഒക്കെ വരാനില്ലേ എന്ന് തോന്നിക്കാം. എന്തായാലും അങ്ങനെ ആ പൃഥുചരിതത്തെ ഉപസംഹരിച്ചു. ഒരുപക്ഷെ വിതുരർ അത്ഭുതപ്പെട്ട് കാണും, അല്ലെങ്കിൽ വിതുരരെ ഒന്ന് അത്ഭുതപ്പെടുത്താൻ വേണ്ടിയാണ്, വിതുരരുടെ അഹങ്കാരത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാകാം. ഇങ്ങനെയുള്ള ധാരാളം അനേക കർമ്മങ്ങൾ ചെയ്തവനായ ആ ഭഗവാൻ ഭൂമണ്ഡലത്തെ മുഴുവനും ഭരിച്ചു എന്ന് മാത്രമല്ല, നിർമ്മലമായ യശസ് മാത്രം നിലനിർത്തിയിട്ട് വൈകുണ്ഠലോകത്തിലേക്ക് ആരോഹണം ചെയ്തു പ്രാപിച്ചുപോയി. തന്നെ നിർമ്മലമായ കീർത്തി എന്ന യശസ് ലോകത്തും അതാർക്കും സ്വീകരിക്കാം, വായിക്കാം, പഠിക്കാം, എഴുതാം, സ്തുതിക്കാം, ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ള നിർമ്മലമായ കീർത്തിയുടെ ഉടമസ്ഥനായി തീർന്ന് മറ്റൊരു ചേഷ്ടകളുമില്ലാതെ മഹത്തമന്മാർ ചെയ്യുന്ന കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ഭൂമിമണ്ഡലത്തെ പരിപാലിച്ചു. നിറഞ്ഞു നിൽക്കുന്ന തന്റെ പരമമായ പദത്തിലേക്ക് കയറിപ്പോകുന്നു. ഏവമാദീന്യനവത്യചേഷ്ടിതാം കർമാണി ഭൂയാംസി മഹാൻ മഹത്തമാം കുറുവൻ ശശാഫാവനിമണ്ഡലം യശഃഭീതം നിധായ അരുരുഹേ പരം പദം. മഹാൻ മഹത്തമഃ അനവദ്യചേഷ്ടിതഃ സഹ ഏവം ആദീനി ഭൂയാംസി കർമാണി കുറുവൻ അവനിമണ്ഡലം ശശാഫ സ്ഫീതം യശഃ നിധായ പരംപദം ആദിരുഹേ. ഫയേവമാദീന്യനവദ്യചേഷ്ടിത കർമാണി ഭൂയാംസി മഹാൻ മഹത്തമാം കുർവൻ ശശാഫാവനിമണ്ഡലം യശഃ സ്ഫീതം നിധായ അരുരുഹേ പരം പദം. ഏവമാദീന്യനവദ്യചേഷ്ടിത കർമാണി ഭൂയാംസി മഹത്തമൻ മഹാൻ മഹത്തമ കുർവൻ ശശാഫാവനിമണ്ഡലം യശഃഭീതം നിധായ അരുരുഹേ പരം പദം. ഭൂത ഉവാൻ. ഇനി ആദ്യം ഒരു കഥ ഭൂതൻ പറയുകയാണ്. തദാദിരാജശേഷോ വിജൃംഭിതം ഗുണൈരശേഷേർ ഗുണവത്സഭാജിതം ക്ഷത്താമഹാഭാഗവതഃപദഃപദേ കൗഷാരവിം പ്രാഹഗൃണന്തമർച്ചയൻ. തത് ആദിരാജസ്യ യശോ വിജൃംഭിതം യശഃ. ആദിരാജാവായ ആ പൃഥുവിന്റെ വിജൃംഭിതമായ യശസ്, വിജൃംഭിതം വളർന്നു വലുതായ യശസ്, വിജൃംഭിതമായ യശസ് ഗുണൈഹി അശേഷൈഹി ഗുണവത് സ്വഭാജിതം. അശേഷൈഹി ഗുണൈഹി, എല്ലാ ഗുണങ്ങളെ കൊണ്ടും ഒന്നും ശേഷിക്കാതെ, ഗുണവത് സ്വഭാജിതം, ഗുണവാന്മാരാൽ സൽക്കരിക്കപ്പെട്ടവനായി. ഗുണവത് സ്വഭാജിതം, സ്വഭാജിതം സൽക്കരിക്കപ്പെട്ടത്, സഭയിൽ ചേരുന്ന മട്ടിൽ പ്രവർത്തിക്കാൻ. ക്ഷത്ത വിതുരര്, മഹാഭാഗവതനായ വിതുരര്, ഫദസ്പതേ, ഫദസ്പതിക്കായിക്കൊണ്ട്, ഭഗവാനായിക്കൊണ്ട്, സജ്ജനങ്ങളുടെ പതിയായ ഭഗവാനായിക്കൊണ്ട് കൗഷാരവിയും പ്രാഹ, കൗഷാരവിയോട് പറഞ്ഞു. മൈത്രേയനോട്, കൗഷാരവി മൈത്രേയനോട് പറഞ്ഞു. ആരാണ്? വിതുരർ. കൗഷാരവിയും പ്രാഹ ഗൃണന്തം അർച്ചയൻ, അർച്ചയൻ പൂജിച്ചുകൊണ്ട്,
ഗൃണന്തം ഇങ്ങനെ പറയുന്നവനായ ആ കൗഷാരവിയെ പൂജിക്കുന്നവനും മഹാഭാഗവതനുമായ ക്ഷത്താവ് ഹേ ഫദഫപദേ ശൗനക പ്രാഹ. ഫദഫപതി വിശേഷണമാണ്. ഫദഫുകളുടെ പതിയായി വിരാജിക്കുന്നവൻ. ഇവിടെ കഥ പറഞ്ഞു കൊടുക്കുന്നത് ഫദഫിന്റെ പതിയായ ശൗനകനാണ്. അതുകൊണ്ട് ഫദഫപതേ എന്നുള്ള സംബോധനയായി. അപ്പോൾ ആദിരാജാവിന്റെ വിജൃംഭിതമായ യശസ്സും അശേഷ ഗുണങ്ങളാൽ ഗുണമുള്ളതുകൊണ്ട് ആദരിക്കപ്പെട്ടവനുമായ ആ ഭഗവാനെ, മഹാഭാഗവതനായ ക്ഷത്താവ് കൗഷാരവിയും ഗൃണന്തം അർച്ചയൻ പ്രഹ. കൗഷാരവിയോട് അർച്ചിച്ചുകൊണ്ട് മഹാഭാഗവതനായ ക്ഷത്താവ് ഇങ്ങനെ പറഞ്ഞു. തദാദിരാജഫ്യേശോ വിജൃംഭിതം ഗുണൈരശേഷേർ ഗുണവത്സഭാജിതം ക്ഷത്താ മഹാഭാഗവത ഫദസ്പദേ കൗഷാരവിം പ്രാഹ ഗൃണന്തമർച്ചയൻ. അശേഷൈഃ ഗുണൈഃ ഗുണവത്സഭാജിതം വിജൃംഭിതം ആദിരാജസ്യ തദ്യശഃ വിഗൃണന്തം കൗഷാരവിം അർച്ചയൻ മഹാഭാഗവതഃ ക്ഷത്താ ഫദഫപദേ പ്രാഹ. തദാദിരാജഫ്യേശോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത്സഭാജിതം ക്ഷത്താ മഹാഭാഗവതഃ ഫദസ്പദേ കൗഷാരവിം പ്രാഹ ഗൃണന്തമർച്ചയൻ. തദാദിരാജഫ്യേശോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത്സഭാജിതം ക്ഷത്താ മഹാഭാഗവതഃ ഫദസ്പദേ കൗഷാരവിം പ്രാഹ ഗൃണന്തമർച്ചയൻ. തദാദിരാജഫ്യേശോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത്സഭാജിതം ക്ഷത്താ മഹാഭാഗവതഃ ഫദസ്പദേ കൗഷാരവിം പ്രാഹ ഗൃണന്തമർച്ചയൻ. വിതുര ഉവാച. മുമ്പ് ഫൂതൻ പറഞ്ഞു, ഈ വിതുര പറയാം. വിതുര ഉവാച. സോഭിഷിക്തഃ പൃഥുർവിപ്രൈഃ ലബ്ധാശേഷഫുരാർഹണാം ബിഭ്രത്സ്വൈഷ്ണവം തേജോ ബാഹൂഭ്യാം ദുദോഹഗാം. സോ അഭിഷിക്തഃ അവൻ അഭിഷിക്തനായി, അഭിഷേകം ചെയ്യപ്പെട്ടു. സോ അഭിഷിക്തഃ പൃഥുഃ വിപ്രൈഃ വിപ്രന്മാരാൽ ലബ്ധ അശേഷ ഫുരർഹണ ലഭിക്കപ്പെട്ട എല്ലാവിധ അഭീഷ്ടങ്ങളെയും സാധിക്കുന്ന ബിഭ്രത്സ വൈഷ്ണവം തേജു വൈഷ്ണവമെന്ന തേജസ് ധരിച്ചുകൊണ്ട് ബാഹൂര്യാഭ്യാം ദുദോഹ ഗാം ബാഹുകൊണ്ട് ഊരുക്കളെ കൊണ്ട് തുഴകളെ കൊണ്ട് ബാഹുക്കളെ കൊണ്ട് കൈകളെ കൊണ്ട് ബാഹോഹു ആഭ്യാം ആ രണ്ട് കൈകൾ കൊണ്ട് ഗാം ദുദോഹ ഭൂമിയെ കറങ്ങും. മുമ്പ് പറഞ്ഞു വെച്ചത് രാജാവ് അതാത് വസ്തുക്കളുടെ സൂക്ഷ്മരൂപമായ വസ്തുക്കളെ കൊണ്ട് അതാത് വസ്തുവിനെ കുടിപ്പിച്ചിട്ട് അവിടെ നിന്നും മിഥുന സംഭൂതങ്ങളായ പ്രജകൾ ഉണ്ടായി എന്നാണ് പറഞ്ഞു വെച്ചത്. ബാക്കി പറഞ്ഞില്ലല്ലോ.
ഈ പൃഥു ഭൂമി ദേവിയായിട്ട് ക്ഷുഭിതയായി അവളുടെ പ്രസാദം കൊണ്ട് ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം കറന്നു കൊടുത്ത് അത് ജനങ്ങളൊക്കെ എങ്ങനെ അനുഭവിച്ചു എന്ന് പറഞ്ഞില്ല. അതുകൂടി ഒന്ന് വിസ്തരിച്ച് പറയാമോ എന്ന് വിതുരർ ചോദിക്കുകയാണ്. സോ അഭിഷിക്ത പൃഥു വിപ്രലബ്ധാശേഷ സുരാർഹണ. ദേവന്മാരാൽ വിപ്രന്മാർ ബ്രാഹ്മണരാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പൃഥു ബിഭ്രത്വ വൈഷ്ണവം തേജോ, വൈഷ്ണവമായ തേജസ് ധരിച്ചുകൊണ്ട് ബാഹ്വോഹു ആഭ്യാം, രണ്ട് കൈകൾ കൊണ്ട്, ബാഹ്വോര്യാഭ്യാം, ബാഹ്വോഹു യാഭ്യാം, ബാഹ്വോര്യാഭ്യാം ഗാം ദുദോഹ, പശുവിനെ കറന്നു. പശുവിനെ കറക്കാൻ രണ്ട് കൈ വേണം, വെള്ളം വേണം, പാത്രം വേണം, നെയ് വേണം, ഇനി കുറെ വസ്തുക്കൾ ഇതിനാവശ്യമുണ്ട്. അതെല്ലാം സംഭരിച്ചുകൊണ്ട് ആ പൃഥു ഗാം ദുദോഹ, വീണ്ടും ഭൂമിയെ കറന്നു. ഫോഭിഷിക്ത പൃഥുർവിപ്രേൽ ലബ്ധാശേഷ പുരർഹണാം ബിഭ്രത്വ വൈഷ്ണവം തേജോ ബാഹോര്യാഭ്യം ദുദോഹം. ലബ്ധാശേഷ പുരർഹണ വിപ്രൈഃ അഭിഷിക്തഃ സ്വപൃഥുഃ യാഭ്യാം ഗാം ദുദോഹ ബാഹ്വോഃ വൈഷ്ണവം തേജഃ ബിഭ്രത്. സോഭിഷിക്ത പൃഥുർവിപ്രേർ ലബ്ധാശേഷ പുരാർഹണാം ബിഭ്രത് സ്വവൈഷ്ണവം തേജോ ബാഹോര്യാഭ്യം ദുദോഹഗാം. സോഭിഷിക്ത പൃഥുർവിപ്രേർ ലബ്ധാശേഷ പുരാർഹണാം ബിഭ്രത് സ്വവൈഷ്ണവം തേജോ ബാഹോര്യാഭ്യം ദുദോഹഗാം. പൊന്നുശ്ചകീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാഃ ലോകാഃ സ്വപാലാ ഉപജീവന്തി കാമം അദ്യാപി തന്നേവത കർമ്മശുദ്ധം. ഇവരുടെ അഭിഷിക്തനായ പ്രഭു ആയ അപൃഥു തന്റെ കൈകൾ കൊണ്ട് ഗോരൂപം ധരിച്ച ആ പശുവിനെ കറന്നെടുത്തിട്ട് ആ ബ്രഹ്മാദികളായ സകല ദേവന്മാർക്കും എല്ലാവിധ രാജചിഹ്നങ്ങളാകുന്ന ഭൂഷണങ്ങൾ കൂടി ലഭിച്ച് മരീച്യാദികളുടെ അനുഗ്രഹവും നേടി അഭിഷേകം ചെയ്യപ്പെട്ടതും ആകുന്നു പൃഥുവെന്ന് പൃഥുവിന്റെ അഭിഷേക ഭാഗത്തെ സോഭിഷിക്ത, ആ പൃഥു അഭിഷേകം ചെയ്യപ്പെട്ടു, അഭിഷിക്തനായി. സോഭിഷിക്ത പൃഥുർവിപ്രേർ ലബ്ധാശേഷ പുരാർഹണാം ബിഭ്രത് സ്വവൈഷ്ണവം തേജോ ബാഹോര്യാഭ്യം ദുദോഹഗാം. സോഭിഷിക്ത പൃഥുർവിപ്രേർ ലബ്ധാശേഷ പുരാർഹണാം ബിഭ്രത് സ്വവൈഷ്ണവം തേജോ ബാഹോര്യാഭ്യം ദുദോഹഗാം. പൊന്നുഷ്യകീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാഃ ലോകാഃ സ്വപാലാ ഉപജീവന്തി കാമം അദ്യാപി തന്നേവത കർമ്മശുദ്ധം. കോ നു അഫ്യ, കോന്നൊഫ്യ, ആരാവട്ടെ, അഫ്യ കീർത്തിം, ഇവന്റെ കീർത്തിയെ, ന ശൃണാതി, ന ശൃണോതി, അഭിജ്ഞ, ന ശൃണോതി, കേൾക്കുന്നില്ല, അഭിജ്ഞനായിട്ട്, ഇത് വിക്രമോച്ഛിഷ്ടം അശേഷഭൂപാഃ, എന്നാൽ
സ്വന്തം പരാക്രമം കൊണ്ട്, വിക്രമം കൊണ്ട് ഉച്ഛിഷ്ടമായി ലഭിച്ച ഈ ഭൂമിയെ യത് വിക്രമോച്ഛിഷ്ടം അശേഷ ഭൂപാഹ, മറ്റുള്ള എല്ലാ രാജാക്കന്മാരും തന്റെ രാജ്യത്ത് എത്തി. പൊന്നോഷ്ടകീർത്തം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടഫുരാശോ യദ്വിക്രമോച്ഛിഷ്ടമശേഷ ഭൂപാഹ ലോകാഫപാലാഹ, ലോകങ്ങള് ലോകപാലന്മാരോട് കൂടി തന്നെ ഉപജീവന്തി, ഉപജീവനം കഴിക്കുന്നു. മാർഗമദ്യാപിതന്നേവത കർമ്മശുദ്ധം, അതിനുള്ള മാർഗം എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. എന്റെ കർമ്മവും ഞാൻ ശുദ്ധമാക്കട്ടെ. പൃഥ്വിയിൽ നിന്ന് കിട്ടിയ ഈ വരങ്ങളെ കുറിച്ചാണ് ഭഗവാനിൽ നിന്നും സിദ്ധിച്ച ആ വരങ്ങൾ അദ്ദേഹത്തിന് ഭോഗ്യങ്ങളായ ഭൗതിക വസ്തുക്കൾ വിരക്തിയില്ല എന്ന് കാണിക്കുകയാണ്. അഫ്യകീർത്തിൻ കോ നു ന ശൃണോതി അഭിജ്ഞഃ, അഭിജ്ഞനായ ആരാണ് ഇദ്ദേഹത്തിന്റെ കീർത്തിയെക്കുറിച്ച് കേൾക്കാത്തത്? യത് വിക്രമോച്ഛിഷ്ടം അശേഷ ഭൂപാഹ, പരാക്രമം കൊണ്ട് എല്ലാ രാജാക്കന്മാരെയും ജയിച്ചവനായിട്ട് ലോകങ്ങളെയും ലോകപാലന്മാരെയും ഉപജീവിച്ചുകൊണ്ട് ആഗ്രഹങ്ങളെ ഇന്നും തന്മേവത കർമ്മശുദ്ധം, ആ ശുദ്ധമായ കർമ്മം എന്നോട് പറയൂ. ലോകങ്ങൾ, ലോകപാലന്മാർ അവരൊക്കെയും ഉപജീവന്തി, അടുക്കൽ തന്നെ കഴിയുന്നു. കാന്തനായ ഒരു പശുവിന്റെ കൂടെ ലോകപാലന്മാർ കർമ്മം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടി എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് കർമ്മം? തന്മേ വധ കർമ്മശുദ്ധ, ശുദ്ധമായ കർമ്മം എന്നോട് പറയൂ. എന്ത് കർമ്മമാണ് അദ്ദേഹം ചെയ്തത് എന്ന്, ആ കർമ്മത്തിന്റെ ഫലം എന്താണ്, ഇതൊക്കെ ഞങ്ങളോടൊന്ന് വിസ്തരിച്ച് പറയൂ എന്ന് വിതുരർ വീണ്ടും ചോദിച്ചു. അല്ലെങ്കിൽ മൈത്രേയനെ ഉഴപ്പി കഥ മാത്രം പറഞ്ഞു വിട്ടതാണ്. അപ്പ അല്ല, ഇതും കൂടി അറിയണം എന്ന് ആവശ്യപ്പെട്ടു. കൊന്നൊഫ്യകീർത്തിന്ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷ ഭൂപാഹ ലോകാഫപാല ഉപജീവന്തി കാമം അദ്യാപി തന്മേവത കർമ്മശുദ്ധം. അശേഷ ഭൂപാഹ ഫപാലാഹ ലോകാഹ അദ്യാപി യദ്വിക്രമോച്ഛിഷ്ട കാമം ഉപജീവന്തി. അഭിജ്ഞഃ കഃ नो അഫ്യകീർത്തിം ന ശൃണോതി ശുദ്ധം തത്കർമ്മ മേ വദ. കോന്നോഫ്യകീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷ ഭൂപാ ലോകാഫപാല ഉപജീവന്തി കാമം അദ്യാപി തന്മേ വദ കർമ്മശുദ്ധം. കോന്നോഫ്യകീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടം അശേഷ ഭൂപാഹ ലോകാഫപാല ഉപജീവന്തി കാമം അദ്യാപി തന്നെ വദ കർമ്മശുദ്ധം. പൊന്നോഫ്യകീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷ ഭൂപാഹ ലോകാഫപാല ഉപജീവന്തി കാമം അദ്യാപി തന്നെ വദ ശുദ്ധകർമ്മം. മൈത്രേയ വാചം. ഇനി മൈത്രേയൻ മറുപടി പറയുന്നു. ഇടയ്ക്ക് സൂതൻ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഓരോരോ കഥാഭാഗങ്ങൾ പരീക്ഷത്തിന് സൂതൻ
പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കാം. ഗംഗാ യമുനയോർ നദ്യോഹോ അന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബഹുജേ ഭോഗൻ പുണ്യജിഹാസയാം. ഗംഗാ യമുനയോഹോ നദ്യോഹോ അന്തര. ഗംഗാ യമുനയോഹോ നദ്യോഹോ അന്തര. ഗംഗയുടെയും യമുനയുടെയും ഇടയ്ക്ക് ഉള്ള ക്ഷേത്രം ആവസൻ, സ്ഥലത്ത് കൃഷിസ്ഥലത്ത് വസിച്ചുകൊണ്ട് ആരബ്ധാനേവം ബുഭുജേ ഭോഗൻ, ആരബ്ധകർമ്മങ്ങളെ അനുഭവിച്ചു. പ്രാരബ്ധകർമ്മം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷാണത്. ആ പ്രാരബ്ധകർമ്മങ്ങളെ ബുഭുജെ ഭുജിച്ചു, അനുഭവിച്ചു. പുണ്യ ജിഹാസയ, പുണ്യത്തെ ഉപേക്ഷിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. പുണ്യ ജിഹാസയ, പുണ്യത്തെ ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി. ഭോഗാൻ ആരബ്ധാനേവ ഭോഗാൻ ഭുജി, പുണ്യത്തെ ജയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. പുണ്യം ഈ തനിക്ക് ജീവിതത്തിൽ ഉണ്ടാകണം എന്ന്, പുണ്യത്തെ ഉപേക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ബുഭുജെ ഭുജിച്ചു. ആരബ്ധാനേവ, ആരംഭിച്ചതായ കർമ്മങ്ങളെ കൊണ്ട്. അദ്ദേഹം എന്തെന്ത് കർമ്മങ്ങൾ ചെയ്താണ്? രണ്ടാമത്, ഈ ഭാരതഭൂമിയിലെത്തി ആ ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കി തീർത്തു എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞുറപ്പിക്കുക. അങ്ങനെ ഗംഗാ യമുനകളുടെ നടയുടെ നടുക്കുള്ള ഒരു കൃഷിസ്ഥലത്ത് വസിച്ചവനായിരുന്നു പൃഥു മഹാരാജ. ഗംഗാ യമുനയോർ നദ്യോർ അന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ഭുജേ ഭോഗൻ പുണ്യജിഹാസയാം. പുണ്യം ഉപേക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, രണ്ടും ആവശ്യമില്ല, പുണ്യപാപങ്ങളുടെ അപ്പുറത്താണ് പോകണം. ആരബ്ധമായ കർമ്മങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടേപോയി. എത്ര കർമ്മം അനുഭവിച്ചാലും തന്നെ അത് ഒട്ടില്ല, ബാധിക്കില്ല. ഗംഗാ യമുനയോർ നദ്യോഹോ അന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗൻ പുണ്യജിഹാസയാം. ഗംഗാ യമുനയോഹോ നദ്യോഹോ അന്തര ക്ഷേത്രം ആവസൻ ആരബ്ധാനേവ ഭോഗാൻ പുണ്യജിഹാസയ ബുഭുജെ. ഗംഗാ യമുനയോർ നദ്യോരന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗൻ പുണ്യജിഹാസയാം. ഗംഗാ യമുനയോർ നദ്യോഹോ അന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗൻ പുണ്യജിഹാസയാം. സർവത്ര സ്ഖലിതാദേശ സത്വദ്വീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രജാം ഗോത്രത. സർവത്ര അസ്ഖലിതാദേശ, എല്ലായിടത്തും അസ്ഖലിതമായ, ഇടറിപ്പോകാത്ത കൽപ്പനയോട് കൂടിയവനായിട്ട്. ആദേശ, നിർദ്ദേശ, കൽപ്പന. എല്ലായിടത്തും ഇടറിപ്പോവാത്ത ആദേശത്തോടു കൂടിയവനായ ആ പൃഥു സപ്തദ്വീപൈകദണ്ഡധൃക്, സപ്തദ്വീപങ്ങളോടും കൂടിയ ഭൂമിയെ ഒറ്റയ്ക്ക് ഒരു കുട പിടിക്കുന്നത്, ഒറ്റ വടി കയ്യിലെടുക്കുന്നത് പോലെ ആ ഭൂമണ്ഡലത്തെ മുഴുവനും ഒറ്റയ്ക്ക് ഭരിച്ചു.
സർവത്ര അസ്ഖലിത ആദേശ സപ്തദ്വീപൈകദണ്ഡധൃക്. സപ്തദ്വീപത്തിന്റെ ഏകമായ ദണ്ഡം ധരിച്ചുകൊണ്ട് അന്യത്ര ബ്രാഹ്മണകലാത് അന്യത്ര അച്യുതഗോത്രത. അന്യത്ര മറ്റൊരിടത്ത് ബ്രാഹ്മണകുലത്തിൽ നിന്നും അന്യത്ര വേറെ ചിലത്ത് അച്യുതഗോത്രത അച്യുതകുലത്തിൽ നിന്നും ഏഴ് ദ്വീപുകളോടുകൂടിയ ഭൂമിയിൽ മുഴുവനും ധർമ്മത്തെ നിലനിർത്തി ഭരിച്ചു കൊണ്ടുവരുന്നത് തന്റെ കടമയാണ്. അതുകൊണ്ടാണ് സപ്തദ്വീപൈക പുണ്യധൃക്കായ അദ്ദേഹം സർവത്ര അസ്ഖലിതാദേശനായിരിക്കുന്ന അനീഷ്. സർവത്ര അസ്ഖലിതാദേശ സപ്തദ്വീപൈക ദണ്ഡധൃക്ക് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്ര. അന്യത്ര അച്യുത ഭക്തന്മാരെ ഒഴിച്ചു ബാക്കിയുള്ളിടത്തെല്ലാം സർവത്ര അസ്ഖലിതാദേശ തടസ്സമില്ലാത്ത കൽപ്പനയോടുകൂടിയവനായിരുന്നു ഈ പൃഥു ചക്രവർത്തി. 7 ദ്വീപുകളിലും ധർമ്മത്തെ സ്ഥാപിക്കും. കാരണം ഒരു ദ്വീപ് പോലും ആൾക്കാർക്ക് വിഷമമാണ്. ഇവിടെയാണ് 7 ദ്വീപുകളിലും പ്രജകളെ പരിപാലിക്കുക എന്നുള്ള ആധികാരികമായ ധർമ്മം മാത്രം ഏറ്റെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആജ്ഞ ഒരുപോലെ എല്ലാവരിലും അംഗീകരിക്കപ്പെടുന്നതാണ്. കാരണം വേദത്തിൽ വിധിക്കപ്പെട്ടതായ ധർമ്മങ്ങളായ യജ്ഞങ്ങൾ, അതേപോലെ ബ്രാഹ്മണനിലും ഭഗവാനിലും കടുത്ത ആദരവ്, ഇതെല്ലാം കൊണ്ട് തന്നെ സ്വതവേ തന്നെ ലോകഹിതകാരികളാണ് എങ്കിൽ പോലും രാജാജ്ഞ അവരിൽ കൂടി പ്രവേശിച്ചതിൽ ആശ്ചര്യമുണ്ടായില്ല എന്ന് ഫലമില്ലേ ചോദിച്ചതിന് മറുപടിയാണ്. സർവത്ര അസ്ഖലിതാദേശ സപ്തദ്വീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രതാം. 7 ദ്വീപുകളിലും ധർമ്മത്തെ സ്ഥാപിക്കലാണ് പൃഥുവിന്റെ കടമ. അന്നാലേ പ്രപഞ്ചം മുഴുവനും ആവുകയുള്ളൂ. സപ്തദ്വീപൈകദണ്ഡധൃക് അന്യത്ര അച്യുതഗോത്രത അന്യത്ര ബ്രാഹ്മണകുലാത് സർവത്ര അസ്ഖലിതാദേശ സർവത്ര അസ്ഖലിതാദേശ സപ്തദ്വീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രതാം. സർവത്ര അസ്ഖലിതാദേശ സപ്തദ്വീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രതാം. സർവത്ര അസ്ഖലിതാദേശാം സപ്തദ്വീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രതാം എന്നിങ്ങനെ ഈ സർഗത്തിൽ പകുതിയോളവും അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തെക്കുറിച്ചുള്ള വിവരണം ഇനി വരുന്നുണ്ട്. അതിനുമുമ്പ് പ്രജകൾ അദ്ദേഹത്തെ സ്വീകരിച്ച വിധാനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു നിർത്തത്. നമ്മുടെ സമയം ഏതാണ്ടായിരുന്നു, നമുക്കിന്ന് ഉപസംഹരിക്കാം. ബാക്കി അടുത്ത ദിവസമാവാം. സംശയമുള്ളവർക്ക് കഴിയുമ്പോൾ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണം ദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.